അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. ദീനിനെ പൊളിക്കുമെന്നാളെ പേര് ദീനിനെ ഹയാത്താക്കുന്ന ആള്, അതായത് തോക്കെ മുഹിയുദ്ദീൻ സഖാഫി. മുഹിയുദ്ദീൻ ദീനിനെ ഹയാത്താക്കുന്ന, ദീനിനെ പൊളിക്കുന്നവൻ, ദീനിനെ കൊല്ലന് വന്ന് കച്ച കെട്ടിട്ട് ഇറങ്ങിയ തോക്ക സഖാഫിന്റെ പേരുണ്ടല്ലോ, സുന്നി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. നെയ്യപ്പത്തിന് ആ എണ്ണല് ചൂടുന്ന അപ്പത്തിന് നെയ്യപ്പാന്ന് പേര്, സമസ്തക്കാർക്ക് സുന്നി എന്ന് പേര്, പിന്നെ തോക്ക സഖാഫിക്ക് മുഹിയുദ്ദീൻ എന്ന് പേര്. വല്ലാത്തൊരു തമാശ തന്നെ. മുഹിയുദ്ദീൻ എന്ന പേര് ഒരു പ്രവാചകന്മാർക്കുണ്ടായിട്ടില്ല, സഹാബാക്കൾക്കുണ്ടായിട്ടില്ല, ഉത്തമ നൂറ്റാണ്ടിലില്ല, ഒരു ഇമാമിങ്ങൾക്കില്ല. പിൽക്കാലത്ത് മുഹിയുദ്ദീൻ, അതായത് മുഹിയുദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പ്രദേശത്ത് ജനിച്ച ഒരു മഹാനായ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന് ഒരു വിരുദ് കൊടുത്തതവർ, ആ നാട്ടുകാർ. അതിന്റെ ഒരു കഥ ഉണ്ട് വേറെ എന്നത്. വിരുദ് കൊടുത്തത് എങ്ങനെ അറിയോ? ഒരു വയസ്സായ ഒരു മനുഷ്യൻ, ഇവരെ കിതാബിലെല്ലാം ഉണ്ട്. കിതാബ് ബഹജത്തുൽ അസ്റാർ ഉണ്ടല്ലേ, ബഹജത്തുൽ അസ്റാർ മുഹിയുദ്ദീൻ ഷേഖിന്റെ ഇതുവരെ പ്രചരിപ്പിച്ചവർ. അതിനകത്ത് നമ്മളെ സാലത്തൂർ അബൂബക്കർ ഫൈസി ഇല്ലാതെ ഒരു പട്ടാണി ഇവിടെ, പിന്നെ ഇവിടെ പാകിസ്ഥാനിലെ ഒരു പട്ടാണി അച്ചടിച്ചു വിട്ടത് അയാളെ സമ്മതിച്ച്. എന്നിട്ട് തഫ്രീഉൽ ഖാത്തിറിലുണ്ട്. ഏത് കഥ അറിയോ? മുഹിയുദ്ദീൻ ഒരിക്കൽ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ നടന്നുകൊണ്ട് റോട്ടിൽ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ, ഒരു ക്ഷീണിതനായ ഒരു വയസ്സനായ ഒരു മനുഷ്യനെ കാണുന്ന ഒരു കഥ ഇത്. അപ്പൊ കണ്ടപ്പോ ആ വ്യക്തി ഷെയ്ഖിനെ എന്താക്കി, സഹായത്തിന് വിളിച്ച്, ഷെയ്ഖിനെ വിളിച്ച്, ആ ഹൗസിൽ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഷെയ്ഖ് എന്താക്കി, ആ വ്യക്തിക്ക് എന്താക്കി, മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു സഹായാക്കി കൊടുത്തു. സഹായം എന്തൊന്നുമില്ല. അപ്പൊ ഉടനടി എന്തായി, ആ വയസ്സായ ഒരു വ്യക്തി നല്ല കുട്ടപ്പനായി, ആരോഗ്യവന്തനായി. അപ്പൊ ബദലായി, ചേഞ്ച് ആയിട്ടാകുമ്പോ ഞാനാരി, അത് ഇസ്ലാം ദീനിന് മരിച്ചിട്ടുണ്ടായ ദീനിനെ ഹയാത്താക്കി എന്നൊരു കഥ ഉണ്ട്. അപ്പൊ ആ പേരിലാണ് അറിയപ്പെടുന്ന മുഹിയുദ്ദീൻ. എന്നാലും ഉണ്ടല്ലോ, അത് ഞാനിപ്പോ അതിനെ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല മുഹിയുദ്ദീൻ. പക്ഷെ ആ തോക്കക്കിടന്റെ പേരല്ല അത് ഒരിക്കലും. തോക്ക ദീനിനെ പൊളിക്കുമെന്നാണ്. എന്തറിയോ, ഈ KC നഗറിൽ വെച്ചിട്ട് ഒരു നടന്ന പ്രോഗ്രാമിന് മറുപടി കൊടുത്തപ്പോൾ 23 വർഷങ്ങൾക്ക് മുന്നേ ഷാർജ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളിയിൽ നടത്തിയ ഒരു പ്രഭാഷണം, ഹുസൈൻ സലഫിന്റെ, നീണ്ടു നിൽക്കുന്ന, വർഷങ്ങളോളം നീണ്ടു നിന്ന്, അതിൽ 23 വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ 3-4 സെക്കൻഡിന്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഞാൻ മറുപടി ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇത് അവസാനം വരെ കേട്ടെങ്കിൽ അതിന്റെ തനി നിറം ഉണ്ടല്ലോ ഈ തോക്ക സഖാഫിന്റെ എന്തെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് 1-2 ഓരോരോ ക്ലിപ്പ് വരുന്നുണ്ട്, കേട്ടിട്ട് ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ മറുപടി പറയും. മനസ്സിലായില്ലേ? KC നഗറിൽ നടത്തിയ പരിപാടിക്ക്, പ്രസംഗത്തിന് മറുപടി ആയിട്ട് ഒരൊറ്റ അക്ഷരം പോലും ഉണ്ടെങ്കിൽ തന്റെ ഇടം ഉണ്ടായിട്ടില്ല ഈ തോക്ക സഖാഫിക്ക്. മനസ്സിലായില്ലേ? എന്നിട്ടുണ്ടല്ലോ 23 വർഷം, എന്തൊരു നാണം കെട്ട ഒരു പണിയായി ഇത് എടുക്കുന്നത്. ഇപ്പൊ ഭക്തമാറിയുള്ളല്ലേ പഠിച്ചവന്, അള്ളാഹുവെ എന്തൊരു കഷ്ടം ഇത്. അപ്പൊ ഈ തോക്ക സഖാഫിക്ക് ബുദ്ധിയില്ല. ആവറേജ് ബുദ്ധിയുള്ള ഒരാൾക്കാർക്ക് മനസ്സിലാവുന്നല്ലേ ഇത് കളവാ, എന്ത് കളവ് പറയുന്നത്. അത് കറക്റ്റ് വളരെ 100% പറഞ്ഞത് സൈൻ സഖാഫി പച്ച കളവ് പ്രചരിപ്പിച്ചിട്ട് പിന്നെ അസൂയ മൂത്ത ആളെന്ന് ആര് ഹുസൈൻ സഖാഫി പറയുന്നത് ഈ തോക്ക സഖാഫിനെ. അതുപോലെ സാലത്തൂർ ഫൈസി എത്രയോ ആൾക്കാർ പറഞ്ഞതുണ്ട്. ഞാനതൊന്നും ക്ലിപ്പൊന്നത് നീട്ടുന്നില്ല. ഏതായാലും മുഹിയുദ്ദീൻ എന്ന പേര് ഇയാൾക്ക് ഒരിക്കലും ഫിറ്റല്ല. ഇയാൾ ദീനിനെ പൊളിക്കം വന്ന്, ദീനിനെ കൊല്ലം വന്ന മനുഷ്യന് ദീനിനെ ഹയാത്താക്കുന്ന ആളെന്ന് പേരിട്ടത് മാതെറ്റ്. പേരൊന്നും ചേഞ്ച് ആക്കി തോക്ക സഖാഫി. പേര് വേണ്ട. പേരിനെ ഞാൻ പരിഹസിച്ചതൊന്നുമല്ല, അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല. മുഹിയുദ്ദീൻ ഷേഖ് റഹിമഹുല്ല ആ നാട്ടുകാർ ശിർക്കും ഖുറാഫാത്തും, അന്നത്തെ സമസ്ത വിശ്വാസികൾ ശിർക്കും ഖുറാഫാത്തും അവരുടെ കബർ ആരാധനയെല്ലാം ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ നല്ല പ്രബോധനം നടത്തി, നല്ല സലഫിയായ ധീരനായിരുന്നു, പണ്ഡിതനായിരുന്നു. എല്ലാം സർവ്വം ഇസ്ലാമിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ പേരിൽ പച്ചക്കള്ള നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ആ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ബലസിക്കൊണ്ടുള്ള ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട് മുസ്ലിയാക്കന്മാർ. അതുകൊണ്ട് ഇത്തരം കള്ളം പ്രചരിപ്പിച്ച് അതിന്റെ ക്ലിപ്പ് ഇതാ, ഞാൻ ഹുസൈൻ സലഫിന്റെ ആ ക്ലിപ്പ്, അതുപോലെ തോക്ക സഖാഫിന്റെ ക്ലിപ്പല്ല ഇതിൽ ഓരോന്നായിട്ട് വരുന്നുണ്ട്. അവസാനം വരെ നിങ്ങൾ കേട്ടു നോക്കിയ ഇപ്പൊ സ്വലാത്ത് മാത്രമല്ല, എത്രത്തോളം പറഞ്ഞാല് അയാൾ തന്നെ പറഞ്ഞല്ലോ ബുദ്ധിയില്ലേ. ബുദ്ധി പണ്ടേ ഇല്ല, ഞങ്ങൾക്കറിയാം. ബുദ്ധിയുള്ള പിന്നെ വഹാബി ആവൂലല്ലോ. ബുദ്ധി ഉള്ളവർ വഹാബി ആവൂല, അതുപോലെ പണ്ടേ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല. ഇയാളിപ്പോ സ്വലാത്ത് മാത്രമല്ല, അല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവനും നരകത്തിലാണ്. സ്വലാത്തിന്റെ കാര്യം ഇരിക്കട്ടെ, അല്ലാഹ് 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 എന്ന് റസൂലുള്ളാഹ് അല്ലാഹനെ വിളിച്ചാലോ അവനും നരകത്തിലാണ്. അതിന്റെ മൗലവി പറയട്ടെ. നിങ്ങൾ നോക്കൂ,
അല്ലാ 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 എന്നൊരു ദിക്ർ റസൂലുള്ളാഹി ചൊല്ലിയിട്ടില്ല. അങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല. അതുപോലെ തന്നെ അല്ലാ എന്നുള്ള ദിക്ർ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഈ മൗലവി ഖുർആൻ ഓതാറില്ല എന്ന് തോന്നുന്നു. ഖുർആനിലുണ്ട് നബിയെ പറയും അല്ലാഹ് എന്ന് പറയണമെന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇബ്ലീസിനത് കാണൂലല്ലോ. ഏതിരുന്നാലും ഇരിക്കട്ടെ. അപ്പൊ ഈ KC നഗറിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരക്ഷരം ഉണ്ടാൻ കഴിഞ്ഞിട്ടില്ല മറുപടി കൊടുക്കാൻ. എന്നിട്ട് 10-23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു പ്രഭാഷണത്തിന്റെ ഒരു ചെറിയ 3-4 സെക്കൻഡ് ക്ലിപ്പ് ഇട്ടിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീണ്ടു നിന്ന പ്രഭാഷണ 84-94 ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഷാർജ പള്ളിയിൽ വെച്ചിട്ട് നടക്കുന്ന നിരന്തരമായിട്ട് വർഷങ്ങളോളം നടന്ന പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന് പറയുന്ന നീണ്ട ഒരു ക്ലാസ് പ്രഭാഷണ, ആ പ്രഭാഷണത്തിന്റെ 3-4 സെക്കൻഡിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന, സത്യത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞതെന്താ? ഈ തോക്ക സഖാഫി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കും അത്രേ. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കൽ! ഇതെല്ലാം തിരിച്ചറിഞ്ഞില്ലേ തോക്ക സഖാഫി? ആൾക്കാരെല്ലാം ബുദ്ധി മരവിച്ച മന്ദബുദ്ധികളെന്നാ വിചാരിച്ചിനെ തോക്ക. അപ്പൊ അതിന്റെ സത്യത്തിലുണ്ടല്ലോ ആ ക്ലിപ്പ് എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കി. ഹുസൈൻ സലഫിന്റെ ആ ക്ലിപ്പ് ഇതോടുകൂടെ ഞാൻ അയച്ചു തരാം. 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ്. ആയിരക്കണക്കിന് ക്ലിപ്പുണ്ടാവും, ആയിരക്കണക്കിന് പ്രഭാഷണം ഹുസൈൻ സലഫിൻ്റെതുണ്ട്. വർഷങ്ങളോളായി, എത്ര വർഷം? 1990 മുതൽ ഇവിടെ ഖുതുബ നിർവഹിക്കുന്ന പണ്ഡിതൻ. 1000-1000-ലേറെ ഇവിടെ ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞു ഹുസൈൻ സലഫി. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ഓരോരോ ദിവസവും ആഴ്ചയിൽ 4-5 ക്ലാസ് എല്ലാ പള്ളിയിലും എല്ലാ സെന്ററിലും. ആ ക്ലാസിന്റെ എപ്പത്തതോ ഒരു ക്ലാസ്സിനെ തപ്പി പിടിച്ചിട്ട് എടുത്തിട്ട് ഒരു കഷ്ണന്റെ ഈ തോക്ക സഖാഫി വിചാരിച്ച് എല്ലാവരും മണ്ടന്മാറുന്ന ആ ക്ലിപ്പൊന്നും കിട്ടല, പഴയതല്ലേ, ചിലപ്പോ ഉണ്ടാവലാം. അപ്പൊ എത്രത്തോളം കൃത്രിമം കാണാൻ ഇവർ വക്രത ബുദ്ധി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ 20-23 വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ലാസ്സിൽ ഞാനുണ്ടായിരുന്നു. ഷാർജയിൽ നടന്ന ക്ലാസ് അത്. അപ്പൊ ആ ക്ലാസിന്റെ പൂർണ്ണ ഭാഗം ഒന്ന് കുറച്ച് ഭാഗം ഞാൻ ഒരു 8 മിനിറ്റ് ചില്ലർ ഞാൻ കേൾപ്പിക്കുന്നത്. എന്താണ് ഈ തോക്ക സഖാഫി തെറ്റിദ്ധരിപ്പിക്കുന്നത്? എങ്ങനെ അറിയോ? അല്ലാഹു എന്ന് പറഞ്ഞാല് നരകത്തേക്ക് പോവത്ര വഹാബികൾക്ക്. നിങ്ങളെ കോപ്പറാട്ടിത്വം, നിങ്ങളെ ഈ കൂത്താട്ടത്തിന്റെ ദിക്റിനെ പറ്റിയിട്ടാണ് വിശദീകരിക്കുന്നത്. നിങ്ങളെ മാല മൗലൂദിലുള്ള വിഷയമാണത്. ഞാൻ കുറച്ചും കൂടെ കേൾപ്പിക്കുന്നത് നീണ്ടു പോകും ക്ലിപ്പ്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഭാഗം ഹുസൈൻ സലഫിന്റെ കേൾപ്പിക്കുന്നത് കേട്ടു നോക്കി. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായത് എനിക്ക് പരിചയമില്ലാത്ത നടപടിക്രമങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ആ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം ആരൊക്കെയോ ഈ അടുത്ത കാലത്ത് വരെ പലരും കെട്ടിയുണ്ടാക്കിയ ദിക്റുകൾ എന്ന പേരിൽ, സലാത്തുകൾ എന്ന പേരിൽ, ആ രൂപത്തിലുള്ള കുറെ മന്ത്രതന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട്, വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് പുസ്തകമടിച്ചിറക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ഉമ്മബെങ്ങന്മാരെ കൊണ്ട് ചൊല്ലിക്കുകയും അത് ചൊല്ലിപ്പിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നടത്തുകയും അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി സ്റ്റേജുകളിലും പേജുകളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും ഖേദകരമായൊരവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തിരിച്ചറിയേണ്ടത്. ഇതാണ് ഒരു അല്പസമയം വിശദീകരിക്കേണ്ടത്. ദിക്ർ എന്ന പേരിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് ചൊല്ലുക, മുഹമ്മദ് നബിക്ക് പരിചയമില്ലാത്ത ദിക്ർ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പരിചയമില്ലാത്ത ദിക്ർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത ദിക്ർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത ദിക്ർ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത ദിക്ർ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത ദിക്ർ, ഷാഫി ഇമാമിന് പരിചയമില്ലാത്ത ദിക്ർ, ഹനഫി ഇമാമിന് പരിചയമില്ലാത്ത ദിക്ർ, ഹംബലി ഇമാമിനും മാലിക്കി ഇമാമിനും പരിചയമില്ലാത്ത ദിക്ർ. അങ്ങനെ ഉത്തമ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ ഒരൊറ്റ പണ്ഡിതന്മാർക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത, പരിചയമില്ലാത്ത കുറെ ഡ്യൂപ്ലിക്കറ്റ് സ്വലാത്തുകളും ഡ്യൂപ്ലിക്കറ്റ് ദിക്റുകളും മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് അതിലൂടെ പാവങ്ങളുടെ പണത്തെയും ഈമാനിനെയും ഒരുപോലെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും ഖേദകരമായ തട്ടിപ്പിന്റെയും ചൂഷണത്തിന്റെയും ലോകത്താണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തട്ടിപ്പ് വീരന്മാരെയും ചൂഷണ വീരന്മാരെയും തൊണ്ടി സഹിതം പുറത്തേക്ക് വലിച്ചിടുമ്പോ സഹിക്കാത്തത് കൊണ്ട് അവർ വിളിച്ചു പറയുന്നു, കണ്ടോ ഇവര് ദിക്ർ വിരോധികളാണ്, ഇവര് സ്വലാത്ത് വിരോധികളാണ്. എന്നാൽ ചോദിച്ചു നോക്കണം നിങ്ങൾ, തിരിഞ്ഞു നിന്നുകൊണ്ട്
നിങ്ങൾ ഈ ചൊല്ലുന്ന ദിക്ർ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പരിചയമുണ്ടോ? സഹാബിമാർക്ക് പരിചയമുണ്ടോ? ഇമാമീങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് മുഹമ്മദ് നബി ചൊല്ലിയ സ്വലാത്താണോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചൊല്ലിയ സ്വലാത്താണോ? സഹാബിമാര് ചൊല്ലിയ സ്വലാത്താണോ? ശാഫി ഇമാമും മറ്റ് ഇമാമീങ്ങളും ചൊല്ലിയ സ്വലാത്താണോ? ആണോ? ഒരിക്കലും അല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഇവിടെ മുജാഹിദുകൾ മാത്രം ജനങ്ങളോട് വിശദീകരിക്കുന്നതും അത് പറയാനാണ് ഇവിടെ ചങ്കൂറ്റം കാണിക്കേണ്ടതും. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു മുസ്ലിമിന് ഒരു ദിവസം ചൊല്ലിയാൽ തീരാത്തത്ര ദിക്റുകളും ദുആകളും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. എത്ര ദിക്റുകളാ സുഹൃത്തുക്കളെ! എത്രയാണ് അതിന്റെ മഹത്വം, എത്രയാണ് അതിന്റെ പുണ്യം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് വിശദീകരിച്ചത്. പക്ഷേ അതൊന്നും ഇന്ന് പ്രയോഗത്തിൽ കാണാനില്ല. പ്രയോഗത്തിൽ കാണുന്നത് ചില പ്രത്യേക ദിക്റുകളാണ്. അത് മനുഷ്യനെ കോപ്പിരാട്ടി കളിപ്പിക്കുന്ന ദിക്റുകളാണ്. പലതിന്റെയും ഷോർട്ടുകളായിട്ട് അവകാശപ്പെടുന്ന ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലാൻ മടി കാണിക്കുന്ന ഇബ്ലീസ് മെനഞ്ഞുണ്ടാക്കിയ ഒരു ദിക്ർ ലാ ഇലാഹയുടെ ഹായും ഇല്ലല്ലാഹുവിന്റെ ഹൂവും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹീയും കൂട്ടിയിട്ടൊരു ദിക്ർ ഹാ ഹൂ ഹീ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പൊ ഹാ ഹൂ ഹീ ദാ ദിക്ർ. ഇങ്ങനെ ദിക്റുണ്ടോ? ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി എത്ര തവണയാ ചൊല്ലിയത്? സിദ്ദീഖുൽ അക്ബർ ഈ ദിക്ർ എത്ര തവണയാ ചൊല്ലിയത്? അങ്ങനെ ഒരു ദിക്ർ അവർക്ക് പരിചയമില്ല. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാ 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 എന്നൊരു ദിക്ർ റസൂലുള്ളാഹി ചൊല്ലിയിട്ടില്ല. അങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല. അതുപോലെ തന്നെ ഹീ ഹം എന്ന് മുഹമ്മദ് നബി ചൊല്ലിയിട്ടില്ല. ഹൂ ഹൂ യാമൻ ഹൂ എന്ന് ചൊല്ലിയിട്ടില്ല. ഹാ ഹാ എന്ന് ചൊല്ലിയിട്ടില്ല. എന്ന് ചൊല്ലിയിട്ടില്ല. കാന്ന് കാക്ക കരഞ്ഞിട്ടുള്ളതല്ലാതെ റസൂലുള്ളാഹി അങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല. ആഹ് ആഹ്ന്ന് കാലുമ്മ മുള്ളു വെച്ച് കുത്തിയാലും വേദന വന്നാലും ഒക്കെ രോഗികൾ പറയാറുണ്ട് എന്നല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഹ് ആഹ് എന്നൊരു ദിക്റുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചാൽ അത് കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് ഫിത്ന പറയുന്ന സുഹൃത്തുക്കളൊന്ന് മാന്യമായി ആലോചിക്കണം. വെറുതെ എന്തിനാ നമ്മൾ ഇവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നതൊന്ന് ചിന്തിച്ചുകൂടെ? അള്ളാഹു ബുദ്ധി തന്നിട്ടില്ലേ? അള്ളാഹു താല രണ്ട് കണ്ണ് തന്നിട്ടില്ലേ? പടച്ചവൻ തന്ന കാതില്ലേ? ഒന്ന് ചിന്തിച്ചൂടെ? ആദരവായ മുത്തുനബിക്ക് ഈ ദിക്ർ പരിചയമുണ്ടോ? ലാ ലാ എന്നൊരു ദിക്റുണ്ടോ? അത് സിനിമ പാട്ടുകാരന്റെ ദിക്റല്ലേ? മുസ്ലിമീങ്ങൾക്കൊരു ലാ ലാ എന്നുള്ള ദിക്റുണ്ടോ? അല്ല അല്ല എന്നൊരു ദിക്റുണ്ടോ? ഇല്ല ഇല്ല എന്നൊരു ദിക്റുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ ഇല്ല എന്നാ പറയുള്ളത്. ഇല്ല ഇല്ല എന്നൊരു ദിക്ർ ഇല്ലേ ഇല്ല. ഈ രൂപത്തിലൊക്കെയുള്ള കുറെ ദിക്ർ സംശയമുണ്ടോ? നിങ്ങൾക്ക് കാണണോ എത്ര മാലപ്പാട്ടുകളാണ്, എത്ര മൗലീദ് കിതാബുകളാണ്? ഇപ്പോഴും തപ്പി നോക്കൂ, റൂമുകളിൽ കാണാം ഈ ദിക്റുകൾ. എന്നിട്ട് ഇത് ചൊല്ലുക, ഇത് ചൊല്ലാൻ ഹൽക്കുണ്ടാക്കുക, എന്നിട്ട് ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയാ, എന്നിട്ട് കോപ്പിരാട്ടി കാണിക്കുക, എന്നിട്ട് അതിനെ എതിർത്താ പറയാ കണ്ടോ ദിക്റിന്റെ മജ്ലിസിനെ എതിർക്കുന്നു. ദിക്റില്ല ഇവർക്ക്. മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയ ഒരൊറ്റ ദിക്ർ ചൊല്ലാൻ ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റല്ല. പിന്നെയോ ആ ദിക്റന്നെ ചൊല്ലി കിട്ടണമെങ്കിലുള്ള പാടെന്താ? ഇവരീ പഠിപ്പിക്കുന്ന ഇല്ലാത്ത ദിക്ർ ചൊല്ലണമെങ്കിലുള്ള പാട് അത് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. എങ്ങനെ ദിക്ർ ചൊല്ലേണ്ടത്? ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴാണ് ആരംഭിക്കേണ്ടത്. ദിക്റിലുള്ള രൂപം പറയണം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴാണ് ആരംഭിക്കേണ്ടത്. അല്ലാഹു എന്ന ദിക്ർ ശ്വാസചക്രത്തിലൂടെ കറങ്ങാൻ തുടങ്ങണം. തുടങ്ങേണ്ടത് പുക്കിളിന് താഴെ അതിരിന്റെ അറ്റമായ മൂലാധാരത്തിൽ നിന്നാണ്. ക്ഷമിക്ക എവിടുന്നാണ് തുടങ്ങേണ്ടതെന്നാ പറയുന്നത് ദിക്ർ. തുടങ്ങേണ്ടത് പുക്കിളിന് താഴെ അതിരിന്റെ അറ്റമായ മൂലാധാരത്തിൽ നിന്നാണ്. അതായത് ജനനേന്ദ്രിയത്തിന്റെയും ഗുദത്തിന്റെയും മധ്യേയുള്ള ആധാര ബിന്ദുവിൽ നിന്നാണ്. അവിടുന്ന് അങ്ങനെ അള്ളാന്ന് തുടങ്ങുക. എന്നിട്ട് തുടങ്ങിയിട്ട് തുടർന്ന് ശ്വാസം മേലോട്ട് തലച്ചോറിലേക്ക് കയറ്റണം. ഇട, പിങ്കള എന്നീ ഞരമ്പുകൾക്ക് മധ്യേയുള്ള സുഷുമ്നയിലൂടെയാണത് കയറിപ്പോവുക. സുഷുമ്നയുടെ അറ്റത്തേക്ക് ശ്വാസം വലിച്ച് കയറ്റി അല്ലാഹ് എന്ന് പൂർത്തിയാക്കി
ബാക്കിയുള്ള ഹൂ എന്ന ശബ്ദത്താൽ ശ്വാസം പുറത്ത് വിടണം. വിടുന്നത് ഇടതുവശത്തേക്ക് ഹൃദയത്തിന്മേലേക്ക് ആയിരിക്കണം. റസൂലുള്ള പഠിപ്പിച്ചൊരു ദിക്റിയല്ല, നീ ഇടങ്ങേറിന്റെ കൊടിയില്ല. നോക്കണം, ദിക്റ് ചൊല്ലാതെ ഇടങ്ങേറാ പോയി പറയണത്. ഒന്ന് ചിന്തിച്ചൂടെ സുഹൃത്തുക്കളെ? നിഷ്പക്ഷരായ ആളുകൾ കേൾക്കുന്നുണ്ടാവില്ലേ? ഈ മുസ്ലിയാക്കന്മാര് പറയുന്നോട് തന്നെ അവനാന്റെ തലച്ചോറ് കൊണ്ട് പണയം വെക്കണോ? ഒന്ന് ആലോചിച്ചുകൂടെ? നോട്ടീസ് കീറിനീന്റെ മുമ്പും നമുക്കെതിരെ പ്രചരണം നടത്തുന്നതിന്റെ മുമ്പൊക്കെ അള്ള തന്ന ബുദ്ധിയില്ലേ? ഇതൊന്ന് ആലോചിച്ചുകൂടെ സുഹൃത്തുക്കളെ? എന്താ ഈ ദിക്റ് എന്ന് പറഞ്ഞാൽ? ഇത് കളിയാക്കണ ദിക്റല്ലേ? ഇതൊരു മനുഷ്യനെ കൊണ്ട് കഴിയോ? ഇവനെ എവിടുന്നാലും തുടങ്ങണത് ഇപ്പം പോയിന്റ് തൊട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അലിഫ് ഉച്ചരിക്കുക. അല്ലാന്ന് പറയുമ്പോഴേക്ക് അത് കയറ്റിയിട്ട് ഇവിടേക്ക് എത്തണം. എന്നിട്ട് പിങ്കള ഇട ഏതൊക്കെ ഞരമ്പ് എന്ന് ആർക്കറിയാം? ആ ഞരമ്പിന്റെ ഉള്ളിലൂടെ ഒക്കെ കയറ്റി സുഷുമ്നയിലൂടെ വലിച്ച് ഹൂന്ന് മൂക്കിക്കൂടി വിട്ട് അതന്നെ വിടുമ്പോഴേക്ക് ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഹൃദയത്തുമ്പോ തന്നെ അടിക്കണം. ഒരല്ലാന്ന് പറഞ്ഞു കിട്ടാനുള്ള പാടാത്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? പറയും നിങ്ങൾ. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റാണോ? ആരാ ഇത് പഠിപ്പിച്ചിരുന്നത്? ഇത് ഇബ്ലീസ് പഠിപ്പിച്ചതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിചയമില്ല എങ്കിൽ പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ ഏത് സ്വഹാബിമാരോടാ ഇത് പറഞ്ഞത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ ഇത്രയൊക്കെ പാലിക്കണമെന്ന് കാണില്ല സുഹൃത്തുക്കളെ. അതാണ് ഖൈറുൽ ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ വെച്ച് ഉത്തമമായ ചര്യ റസൂലുള്ളാഹിയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശം പിന്നീട് ഉണ്ടാക്കിയതാണ്. അത് ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈ രൂപത്തിൽ ദിക്റുകളും സലാത്തുകളും ഉണ്ടാക്കിയാൽ, പിന്നെയോ ഓരോരുത്തരും ഓരോ രൂപത്തിൽ സ്വയം ദിക്റുകൾ ഉണ്ടാക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞിട്ട് കൂടണ്ട. നിങ്ങളെ തനി നിറം ഉണ്ടല്ലേ, സക്കാഫി തോക്കന്റെ തനി നിറം ഉണ്ടല്ലേ, നിങ്ങളെ ഒപ്പം ഒരു ബെഞ്ചിൽ പഠിച്ചിരുന്ന ഒരു സക്കാഫി ഉണ്ടല്ലേ, സൈൻ സക്കാഫി. ആ സൈൻ സക്കാഫി പറയട്ടെ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ അസൂയ മൂത്താള് പറഞ്ഞോ, എന്നും പറഞ്ഞോ. ഇൻഷാ അല്ലാഹ് മറുപടി എന്ന പേരിൽ തന്നെ നിങ്ങൾ വരും. നിങ്ങൾക്ക് ഉറക്കമില്ലല്ലോ ഇപ്പൊ? ഒരു ഹുസൈൻ സലഫിന്റെ ഒരു പരിപാടി 1 മണിക്കൂറോളം, 1 മണിക്കൂറും ചില്ലറിന്റെ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ആളെ കൊണ്ടുവന്ന്? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കേട്ടു പോകരുതെന്നല്ല, കേട്ടോളൂ എന്നാ ഞങ്ങൾ പറയുന്നത്. കേക്കണേ വരണേ. ഇത് നാളെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. 10-ാം തീയതി ഇപ്പൊ ഉള്ളാളത്ത് മുഖാമുഖം കൊണ്ട് വരി. എല്ലാവരും വന്നിട്ട് കേക്കി പഠിക്ക്. പബ്ലിക്കല്ലേ, വന്നിട്ട് കേക്കി പഠിക്ക്. മനസ്സിലായില്ലേ? സൈൻ സക്കാഫി ഒപ്പം ഉള്ള ആള് സൈൻ സക്കാഫി പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. പേരിൽ അസൂയയുടെ പേരിൽ ഈ തോക്കെ സക്കാഫി എന്ന വ്യക്തി നേരത്തെ പറഞ്ഞില്ല, അയാൾ ചെയ്ത ക്രൂരതകൾ. ഉള്ളാളത്ത് മുഖ്യച്ചേരിൽ അയാൾ 8 വർഷം ജോലി ചെയ്തിട്ടുണ്ടായതെന്താണ്? തൊട്ടടുത്ത് ഒരു സലഫി പള്ളിയാണ് ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അയാൾ എവിടെയുണ്ട് അവിടേക്ക് ഫിത്നയാണ്. അള്ളാഹു അയാളെ എന്താക്കിയറിയോ? നച്ചബെട്ടിലേക്കാക്കി. മനുഷ്യന്മാർ പോകാത്ത സ്ഥലം. ഞാൻ അവർക്ക് നോക്കം പോയി എങ്ങനെ ഉണ്ടെന്ന്. ഗഡിയാറിൽ ഒരു ഫംഗ്ഷനിലേക്ക് പോയപ്പോ നോക്കി, പഠിച്ച തമ്പുരാനെ മനുഷ്യന്മാർ അവിടേക്ക് പോലും അള്ളാഹു അവിടേക്ക് ആക്കിയത്. അവിടെ തന്നെ അള്ളാഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. ഇനി അതാ ഇപ്പൊക്കെ മുസ്ലിയാർ വിചാരിച്ചത് എന്തറിയോ? കണ്ണു മൂടിയിട്ട് പൂച്ച പാല് കുടിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ഈ തോക്ക സക്കാഫിന്റെ. എന്തറിയോ? പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഇയാൾ വിചാരിക്കുന്ന ആര് പറഞ്ഞിട്ടുണ്ടാവല. ഒരു വെല്ലുവിളി, 1 കോടി രൂപ ഞാൻ ഇനാമ തരാം. ആർക്ക്? വഹാബികൾ ഉണ്ടല്ലേ, സിയാറത്ത് ഷിർക്ക് എന്ന് തെളിയിച്ചാൽ, ഒരു ഇമാമിന്റെ ഇബാറത്ത് കൊണ്ടു തന്നാൽ 1 കോടി രൂപ. സിയാറത്ത് ഷിർക്ക് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ലോകത്ത്? ഒരു സലഫികൾ പറഞ്ഞിട്ടുണ്ട്? തെളിയിക്കാൻ പറ്റത്തൊക്കെ ഇല്ലല്ലേ? അപ്പൊ ഇങ്ങനത്തെ യുക്തിവാദം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇതാ മൈക്കാലത്ത് മംഗലാപുരം കാലി തോക്ക കാലി എന്ന് തെളിയിച്ചാൽ 1 കോടി ഇനാം. എങ്ങനെയുണ്ട്? കളവ്, പച്ചക്കളവ്. പിന്നൊരു സംഭവം, 100 കണക്കിൽ കളവുണ്ട് ഈ ചങ്ങായിൻ്റെത്. പിന്നൊരു കളവ് എന്തറിയോ? തൂണില് കൊങ്കണിലല്ല മംഗലാപുരത്ത് പിന്നെ ഇത് കൊത്തുപ നടത്തുന്നു. കേട്ടു നോക്കി, കേട്ടു. കളവ് വളരെ വളരെ കൂടുതൽ കളവ് പറയുന്നവർ ആര്? തോക്കല്ലേ? ആഖിറുസ്സമാനിന്റെ സമയത്ത് ഇവിടെ ഉണ്ടാകും. ഉറപ്പല്ലേ? നബിറ റൂട്ടിലാ ഉള്ളേ. നബി തങ്ങ ഖുതുബ അറബിയിലല്ലേ ഓതിരെ, നിങ്ങ കൊങ്കണിയിലല്ലേ ഓതിരിപ്പ? കൊങ്കണി തുളുളു മഹാജന ബന്ധുലെ ചൊന്നിട്ടില്ലേ നിങ്ങൾ ഖുതുബ? എവിടെ? ഈ കോടി ഉറുപ്പുണ്ടല്ലോ, 1 കോടി തരും. ഓക്കെ, 1 കോടി അങ്ങോട്ട് മേടിച്ചോ. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. ഇനിയിപ്പൊ ഇത് സിയാറത്ത് കെട്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. മങ്കൂസ് മൗലൂദ് റാത്തീബ് കുത്തിക്കത്തിന് നടക്കണ്ട. 1 കോടി അങ്ങ് തരാം. മനസ്സിലായ? കൊങ്കണിലും തുള്ളിലും ഖുതുബ ഓതിയ പള്ളി ഒന്ന് കാണിച്ചു തന്നു. ഓക്കെ, നിങ്ങൾ ആരാ തേറുള്ളൂ? കണ്ട മഹാജന ബന്ധുലെ ദേവരക്ക് സൊൽമേലുണ്ടല്ലേ? മഹാജന ബന്ധുലെ ദേവരക്ക് സൊൽമേൻ പറഞ്ഞ ഏത് ഖുത്ബ ആണ് മോനെ? ഈ നാവ് കൊണ്ടല്ലേ ഷഹാദത്ത് ചെല്ലുമ്പോ ചെല്ലുന്നെന്ന് പറയുന്നത്.
ഈ നാവ് കൊണ്ടല്ലേ കുട്ടികൾക്ക് ദർസ് പഠിപ്പിക്കുന്ന തോക്ക സക്കാഫിയെ? ഈ നാവ് കൊണ്ടല്ലേ ഫാത്തിഹ ഓതുന്ന സക്കാഫിയെ? ഈ നാവ് കൊണ്ടല്ലേ പിന്നെ ബാങ്ക് വിളിക്കുന്ന സക്കാഫിയെ? في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. ഒരു തോക്കാരന് ഞാൻ പറയുന്നില്ല, ഒപ്പം ഉണ്ടായ ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ സാലത്തൂർ അബൂബക്കർ ഫൈസി സലഫിയായപ്പോ പറഞ്ഞതൊന്നുമല്ല, ഇപ്പൊ അടുത്ത് പറഞ്ഞതാ വാട്സപ്പിൽ കേട്ടു. ഷൈനിങ് ആകാൻ തിളങ്ങാനുള്ള ഈ ശ്രമം അത് ഒരിക്കലും വില പോവുകയില്ല. ആളുകൾ തിരിച്ചറിയുന്നു. എതിർ പാർട്ടിക്കാർ സമസ്തക്കാർ പണ്ടേ ഈ മനുഷ്യനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതേ അദ്ദേഹത്തിന്റെ ഈ തോക്കയുടെ സ്വന്തം പാർട്ടിക്കാരായ AP-ക്കാർ തന്നെ തിരിച്ചറിയാൻ കുറച്ച് ഒഴുകിപ്പോയി എന്ന് മാത്രം അവരും തിരിച്ചറിഞ്ഞു. അങ്ങനെ ആർക്കും വേണ്ടാതെ ഇന്ന് മൂലക്കായി ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള എന്ത് ശ്രമം നടത്തിയാലും അത് വില പോകുന്നില്ല. താൻ സമ്പാദിച്ചത്, താൻ ഉണ്ടാക്കിയതിന്റെ ഫലം താൻ അനുഭവിക്കുക തന്നെ വേണം. അത് അനുഭവിച്ചും കൊണ്ട് തന്നെ ഇരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. തോക്കന്റെ ഫിത്നയെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഞാനും സാലത്തൂർ ഫൈസിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാനും ആമീൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഉള്ളിലുള്ളതാണ് പുറത്തു വരുന്നത്. തോക്കന്റെ ഒന്നാമത്തെ ജാഹിലാണ് ഈ മനുഷ്യൻ, ഈ തോക്കെ സഖാഫി. വിവരത്തെ കുറിച്ച് കണ്ടല്ലേ? തോക്ക സഖാഫി ഒന്നാമത്തെ ജാഹിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നല്ല, സലഫികളല്ല, നിങ്ങൾ തന്നെ. അത് കേട്ടോളി. മനസ്സിലായില്ലേ? അതുകൊണ്ടുണ്ടല്ലേ അപ്പൊ ഇത്തരം കളവ് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ ദീനി നടത്തുന്നതിന്റെ ആവശ്യം എന്തുണ്ട്? കളവല്ലേ നിങ്ങൾ പറഞ്ഞ? ഇവിടെ ആരെങ്കിലും മഹാജന ബന്ധുളെന്ന് ഖുത്ബ നടത്തുന്ന സിയാറത്ത് പിന്നെ ഷിർക്കിന് ആരെങ്കിലും പറഞ്ഞ? ഇല്ലല്ലേ? ഇനിയൊരു സലാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ക്ലിപ്പ് ഇന്ന് കിട്ടി എനിക്ക്. ഹുസൈൻ സലഫി ഇല്ലാത്ത സലാത്ത് പറഞ്ഞു. നീ വലിയ അലങ്കാരായിട്ട് കൊണ്ട് നിനക്ക് ഷിർക്കും ഖുറാഫത്തിലും മുങ്ങിക്കുളിച്ച ഈ തോക്ക സഖാഫി പുതക്കാനും അവർക്ക് ഷിർക്കേ വേണം. എന്നിട്ട് ആ സഖാഫി ഇത് പറയുന്നു. ഒന്ന് കേട്ട് നോക്കി. എന്നിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമയ്ക്കുന്നത്. അവർ തന്നെയാണ് വ്യാജവാദികൾ. ഒരു സംശയമില്ല, കള്ളം ചുമത്തുന്ന വ്യാജവാദികളാണ് ഈ സഖാഫികൾ. പ്രത്യേകിച്ചിട്ടും തോക്കനെ പോലത്തെ, അതുപോലെ പിന്നെ പേരോടിനെ പോലത്തെ, അതുപോലെ പിന്നെ ഒരു സഖാഫ് മമ്പാട്ടുകാരൻ സഖാഫിനെ പോലത്തെ. ഈ 3 സഖാഫി ആവശ്യമുണ്ട് ഞങ്ങൾക്ക് വരി. കേൾക്കണം, നിങ്ങൾ കേട്ടു പോകരുത്. വഹാബികൾ ഇത് നല്ല പറയണ്ടേ? ഞങ്ങളെ മുദ്രാവാക്യം കേട്ടോളൂ. എന്നും SSFകാരെ സലഫികളെ പ്രസംഗം കേട്ടോളൂ. 10-ാം തീയതി മുഖാമുഖത്തിൽ എല്ലാ മുസ്ലിയാക്കന്മാരും വന്നോളൂ. ഉള്ളാളത്തേക്ക് വന്നോളൂന്നാ. വരണ്ടെന്നല്ല, കേട്ടോളൂ. മനസ്സിലായില്ല? അതുകൊണ്ടുണ്ടല്ലോ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല ഇത്. ദീന് പബ്ലിക്കില് പറഞ്ഞു കൊടുക്കാനുള്ളത്. അതിൽ കളവ്, ചതി, വഞ്ചന പാടില്ല. തോക്ക സഖാഫി ഏനെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ? സ്വന്തം ആൾക്കാരെന്നെ കൈവിട്ട് കഴിഞ്ഞ് SSFന്റെ ബാനറിൽ ഇപ്പൊ ഇല്ലല്ലോ തോക്ക. ഇപ്പൊ ഏതോ ഒരു ബാനറിൽ കാണുന്നു. ഇപ്പൊ അള്ളാഹു ഏതായിട്ട് ഈ തോക്ക സഖാഫിക്കും തോക്കനെ കൊണ്ട് നടക്കുന്ന കുറെ അനുയായികൾക്ക് അള്ളാഹു ഹിദായത്തിട്ട് കൊടുക്കട്ടെ. ഏതായാലും നിങ്ങൾ പഠിക്കാനുള്ള ശ്രമം നടത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.